നാളെ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. കാസർഗോഡ് നിന്നും പര്യടനം തുടങ്ങി തിരുവനന്തപുരത്തേക്ക് സമാപിക്കുമ്പോൾ എന്ത് നേടി, എന്ത് ജനങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രസക്തമാകുന്നത്. ഒരു PR വർക്ക് മാത്രമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു PR വർക്ക് മാത്രമാണ് ഇത് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് അടിവരയിടുന്ന രീതിയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? ആ രീതിയിൽ തന്നെയാണ് സുരേഷ് മുന്നോട്ട് പോകുന്നത്. കാരണം നവകേരള സദസ്സ് നാളെ സമാപിക്കുകയാണ്. തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിഞ്ഞു. കാസർഗോഡ് നിന്നാണ് നവകേരള സദസ്സ്. വലിയ രീതിയിലുള്ള കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് ഈ ജനസമ്പർക്ക പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ സഞ്ചരിക്കുന്ന മന്ത്രിസഭ ഈ ഒരു നവകേരള സദസ്സ് സംസ്ഥാനത്ത് സംഘടിപ്പിച്ചത്. പക്ഷേ നാളെ അത് തിരുവനന്തപുരത്തേക്ക് പ്രവേശിച്ച് ഇത് അവസാനിക്കുമ്പോൾ ഇനി കുറച്ച് മണ്ഡലങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. അത് എറണാകുളം ജില്ലയിലാണ്. അത് ജനുവരിയിൽ പൂർത്തിയാക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ നവകേരള സദസ്സ് പൂർത്തിയാക്കുമ്പോൾ ഇതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടന്ന CPM-ന്റെ ഒരു രാഷ്ട്രീയ പ്രചാരണ പരിപാടി എന്ന് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ എന്നുള്ളതാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരുമായി സംവദിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അതിനൊക്കെ പരിഹാരം കാണും എന്നുള്ളതായിരുന്നു നവകേരള സദസ്സ് ആരംഭിക്കുന്നതിന് മുൻപ് സർക്കാർ നൽകിയ പ്രഖ്യാപനം. എന്ത് പ്രശ്നമാണ് പരിഹരിച്ചത് എന്നുള്ളതാണ് ഇപ്പോഴും ഉയരുന്നൊരു ചോദ്യം. KSRTC-യിൽ ഇപ്പോഴും ശമ്പള പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഓരോ മാസവും ശമ്പളം ലഭിക്കുന്നതിനായി ജീവനക്കാർ സമരം തുടരുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പല മേഖലകളിലും ഈ ഉച്ചഭക്ഷണ പദ്ധതിക്ക് പൈസയില്ല, ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്നതുൾപ്പെടെയുള്ള കത്തുകൾ ഇതിനോടകം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തോളം സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഓരോ വകുപ്പുകൾക്കും പ്ലാൻ ഫണ്ടുകൾ പോലും ലഭിക്കാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഓരോ പദ്ധതികളെല്ലാം തന്നെ പാതിവഴിയിൽ നിൽക്കുന്നു. ഓരോ മേഖലയ്ക്കും, ആരോഗ്യ മേഖലയ്ക്കാണെങ്കിലും തദ്ദേശ വകുപ്പിനാണെങ്കിലും ഓരോ വകുപ്പിനും ഓരോ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി പണം പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഈ നിലനിൽക്കുന്നത്. ഇത്രത്തോളം സാമ്പത്തിക ഞെരുക്കത്തിനിടയിലാണ് സർക്കാർ കോടികൾ ചിലവഴിച്ചുകൊണ്ട് നവകേരള സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതും എത്ര കോടി ചിലവായി എന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് പോലും പുറത്തുവിടുന്നില്ല. ചിലവായ തുകയ്ക്ക് പുറമെ സ്പോൺസർഷിപ്പിലൂടെയൊക്കെ പണം കണ്ടെത്തിക്കൊണ്ടാണ് വലിയ രീതിയിലുള്ള ഈ ഒരു കോടികൾ ചിലവഴിച്ചുകൊണ്ട് അനാവശ്യമായി ഈ ഒരു നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. ഇത്രത്തോളം കോടികൾ ചിലവഴിച്ചിട്ടും അതുകൊണ്ട് സാധാരണക്കാർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ക്ഷേമ പെൻഷൻ പോലും വിതരണം ചെയ്യാൻ സർക്കാരിനായിട്ടില്ല. ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് വലിയ രീതിയിൽ വ്യാപകമായി വിമർശനം ഉയർന്ന സമയത്ത് വിതരണം ചെയ്തത്. ബാക്കിയുള്ള ഇതൊക്കെ തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ നെല്ല് സംഭരിച്ചതിന് ശേഷം കർഷകർക്ക് നൽകാൻ പണമില്ല. സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് പണമില്ല. KSRTC ജീവനക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇത്രത്തോളം അത്രമാത്രം സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടിയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് വളരെ അനാവശ്യമായി, അതും മന്ത്രിമാർക്ക് അവരവരുടെ വകുപ്പുകൾ പോലും ശ്രദ്ധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ നവകേരള സദസ്സിന്റെ തിരക്കിലായതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും അതേ രീതിയിൽ തന്നെ നിലകൊള്ളുകയാണ്. അതിലായി കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ ഒന്നും നടത്താൻ മന്ത്രിമാർക്കാകുന്നില്ല. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് CPM നടത്തിയ ഒരു രാഷ്ട്രീയ പ്രചാരണം മാത്രമാണ് നവകേരള സദസ്സ്. അവിടെ ഓരോ സ്ഥലങ്ങളിലും, അതായത് ഓരോ മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ പരാതികൾ സ്വീകരിക്കാനുള്ള പ്രത്യേക സംവിധാനം ഒരുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പരാതികൾ ലഭിച്ചിട്ടുണ്ടാകാം. അതിൽ ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇനിയും അത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. അതുകൊണ്ട് ജനസമ്പർക്ക പരിപാടി എന്നൊരിക്കലും ഇതിനെ പറയാൻ കഴിയില്ല. സാധാരണക്കാരും ജീവനക്കാരും ഒക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതേ രീതിയിൽ തന്നെ നിലകൊള്ളുന്നുമുണ്ട്. ഏതായാലും നവകേരള സദസ്സ് നാളെയാണ് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. രശ്മി പറഞ്ഞതുപോലെ തന്നെയാണ്. എന്തിനാണ് ഈ ഒരു നവകേരള സദസ്സ്? ആർഭാടത്തോടെ സംസ്ഥാനം വലിയ രീതിയിലുള്ള കടക്കണിയിലാകപ്പെട്ടിരിക്കുമ്പോൾ എന്തിന് യാത്ര എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രസക്തമാകുന്നത്.